കാസർഗോഡ് ജില്ലയിൽ ഡോക്ടർമാരുടെ ക്ഷാമത്തിന് പരിഹാരമായില്ല. ജില്ലയിൽ അനുവദിച്ച 342 ഡോക്ടർ തസ്തികകളിൽ 172 എണ്ണവും ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ്. താൽക്കാലിക നിയമനത്തിനും ആവശ്യത്തിന് ഡോക്ടർമാരെ ലഭിക്കാത്തത് പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. ഒഴിവ് കാരണം മിക്ക ആരോഗ്യ കേന്ദ്രങ്ങളിലും എത്തുന്ന പകുതി രോഗികൾക്ക് പോലും OP ലഭിക്കുന്നില്ല. കർണാടക മെഡിക്കൽ കൗൺസിൽ അംഗത്വമുള്ള ഡോക്ടർമാരെ കൂടി ജില്ലയിൽ ഉപയോഗപ്പെടുത്താൻ നടപടി വേണമെന്നാണ് AK അഷ്റഫ് MLA ആവശ്യം. താലൂക്ക് ഹോസ്പിറ്റല് ബോർഡ് മാറി എന്നല്ലാതെ ആ പഴയ CSCയുടെ 9 പോസ്റ്റുകൾ ഒരു താലൂക്ക് ഹോസ്പിറ്റലായി മാറുമ്പോൾ 23 പോസ്റ്റെങ്കിലും വേണം. ഇപ്പോഴും ആ ശോചനീയാവസ്ഥ തുടരുകയാണ്. CSCകളാണെങ്കിൽ PSCയുടെ അവസ്ഥ. സത്യത്തിനും ഇന്ത്യയിൽ ഇതുപോലെ ആരോഗ്യരംഗത്ത് ഒരു ദാരിദ്ര്യം ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയില്ല. 5 കിലോമീറ്ററിനകം 20,000 ഡോക്ടർമാരുള്ള ഒരേ ഒരു പ്രദേശം എന്ന് പറയുന്നത് ദേർലക്കട്ടയാണ്. 5 മെഡിക്കൽ കോളേജ്, മംഗലാപുരത്ത് 9ഓളം മെഡിക്കൽ കോളേജുകളുണ്ട്. ഇവിടെയുള്ള 50% ആളുകൾ മലയാളികളാണ്. എന്റെ മണ്ഡലത്തിലെ ഡോക്ടർമാർക്ക് പോലും സ്വന്തം ഹോസ്പിറ്റൽ സേവനം ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിനോടും മുഖ്യമന്ത്രിയോടും ആവശ്യപ്പെടുന്ന ഒരു കാര്യം, കാസർഗോഡിന് പ്രത്യേകമായ ഒരു ഹെൽത്ത് പാക്കേജ് എന്തായാലും സർക്കാർ അടിയന്തരമായി ഇടപെടണം എന്നുള്ള ഒരു ആവശ്യത്തിൽ ഇപ്പോഴും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ട്. അതിന് നന്നായി ഫോളോ അപ്പ് നടത്തുന്നുണ്ട്. ഷഫീഖ് നസറുള്ള വിശദാംശങ്ങൾ നൽകും. ഷഫീഖ്, അവിടെ ആവശ്യമുള്ള ഡോക്ടർമാരുടെ പകുതി പോലും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. എത്ര വലിയൊരു പ്രതിസന്ധി ആരോഗ്യ മേഖലയിൽ കാസർഗോഡ് ഈ ഡോക്ടർമാരുടെ ക്ഷാമം ഉണ്ടാക്കുന്നുണ്ട്. അതിന് പരിഹാരമായി ഇപ്പോൾ AK അഷ്റഫ് MLA അടക്കമുള്ളവർ ആവശ്യപ്പെടുന്നത് എന്താണ്? കാസർഗോഡ് ജില്ലയിലെ മിക്ക എല്ലാ സർക്കാർ ആശുപത്രികളിലും ഡോക്ടർമാരുടെ ഒഴിവാണ് ഉള്ളത്. ജില്ലാ ആശുപത്രി, ജനറൽ ആശുപത്രി, താലൂക്ക് ആശുപത്രികൾ, സാമൂഹ്യ ആരോഗ്യ കേന്ദ്രങ്ങൾ, അങ്ങനെ എല്ലാ ആശുപത്രികളിലും ആയി കാസർഗോഡ് ജില്ലയിൽ 342 ഡോക്ടർമാരാണ്, സ്ഥിരം ഡോക്ടർമാരാണ് വേണ്ടിയിരുന്നത്. അതിന്റെ തസ്തികയാണുള്ളത്. പക്ഷെ അതിൽ 172 തസ്തികകളും ഒഴിഞ്ഞു കിടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 172 തസ്തികകളിൽ ഇപ്പോൾ ആളില്ല. പകുതിയിലധികം ഡോക്ടർമാരും ഒഴിവാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ നിലവിൽ ഒരു സ്ഥിരം ഡോക്ടർ പോലും ഇല്ല എന്നതാണ് മറ്റൊരു കാര്യം. സ്ഥിരം ഡോക്ടർമാരില്ലാത്ത പ്രശ്നം താൽക്കാലിക ഡോക്ടർമാരെ വെച്ച് മാത്രം ആണ് ഈ 8 കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലും പ്രവർത്തിക്കുന്നത്. ജില്ലാ ആശുപത്രിയുണ്ട്, താലൂക്ക് ആശുപത്രികളുണ്ട്, ജനറൽ ആശുപത്രിയുണ്ട്. ഈ ആശുപത്രികളിലൊന്നും അവിടെ അനുവദിക്കപ്പെട്ട തസ്തികയുടെ പകുതി പോലും ഡോക്ടർമാർ ഇല്ല എന്നത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ആളുകൾ ഇപ്പോൾ കാലവർഷം, അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികൾ, അങ്ങനെ ധാരാളം രോഗികൾ OP ചികിത്സയ്ക്ക് വേണ്ടി ഈ ആരോഗ്യ കേന്ദ്രങ്ങളിൽ എത്താറുണ്ട്. അങ്ങനെ എത്തുന്ന രോഗികളിൽ പകുതി ആളുകൾക്ക് പോലും OP ടിക്കറ്റ് അനുവദിക്കാൻ ആശുപത്രികൾക്ക് സാധിക്കുന്നില്ല. ഡോക്ടർമാർക്ക് വരുന്ന മുഴുവൻ രോഗികളെയും ചികിത്സിക്കാൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. ഇത് പരിഹരിക്കാൻ, താൽക്കാലികമായി പരിഹരിക്കാൻ എല്ലാ തിങ്കളാഴ്ചകളിലും പ്രത്യേക ഇന്റർവ്യൂകൾ നടത്തി, അഭിമുഖങ്ങൾ നടത്തി MBBS ബിരുദധാരികൾക്ക് താൽക്കാലിക അടിസ്ഥാനത്തിൽ ഇവിടെ നിയമനം നൽകുന്നു. പക്ഷേ ഈ തിങ്കളാഴ്ചകളിൽ നടക്കുന്ന ഈ ഇന്റർവ്യൂകളിൽ പങ്കെടുക്കാൻ MBBS ഡോക്ടർമാരില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ജില്ലകളിൽ നിന്ന് ആവശ്യത്തിന് ഡോക്ടർമാരെ ഇങ്ങോട്ടേക്ക് പോസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ നിലവിൽ കാസർഗോഡ് ജില്ല അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി, കേരളത്തിലെ മെഡിക്കൽ കോളേജിനേക്കാൾ കൂടുതൽ ആളുകൾ കാസർഗോഡ് ജില്ലയിലുള്ള വിദ്യാർത്ഥികൾ മെഡിക്കൽ ബിരുദം നേടുന്നത് കർണാടകയിൽ നിന്നാണ്. മംഗളൂരുവിലും അതുപോലെ ദേർലക്കട്ടയിലും കാസർഗോഡ് ജില്ലയുടെ മലയോര മഞ്ചേശ്വരം ഭാഗങ്ങളിൽ നിന്ന് 50 കിലോമീറ്റർ മാത്രം ചുറ്റളവിൽ നിരവധി മെഡിക്കൽ കോളേജുകളുണ്ട്. ഈ മെഡിക്കൽ കോളേജുകളിൽ കാസർഗോഡ് ജില്ലയിലുള്ള ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കുന്നുമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം കർണാടക കൗൺസിലാണ് രജിസ്ട്രേഷൻ നടക്കുന്നത്. അവർക്ക് കേരളത്തിൽ പ്രാക്ടീസ് നടത്താൻ പ്രയാസമാകും. ഇത്തരം അഭിമുഖങ്ങളിൽ അവർക്ക് പങ്കെടുക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കാസർഗോഡ് ജില്ലയിലെ തന്നെ ഡോക്ടർമാർ, കർണാടകയിൽ പഠിച്ച ഡോക്ടർമാർ, അവരുടെ സേവനവും നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിയാത്തൊരു സാഹചര്യം നിലവിലുണ്ട്. AK അഷ്റഫ് MLA ഉൾപ്പെടെയുള്ള ആളുകൾ ആവശ്യപ്പെടുന്നത് അവർക്ക് കൂടി പങ്കെടുക്കാൻ കഴിയുന്ന, ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കണം. കഴിഞ്ഞ ദിവസം ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേകമായ ജനപ്രതിനിധികളുടെ ഒക്കെ യോഗത്തിൽ ജില്ലാ കളക്ടറും DMOക്ക് നിർദ്ദേശം നൽകിയത് അതിന്റെ ഒരു സാധ്യത പഠിക്കണം എന്നതാണ്. 42 സ്പെഷ്യൽ ഡോക്ടർമാരുടെ കുറവാണ് കാസർഗോഡ് ജില്ലയിൽ മൊത്തമായി ഉള്ളത്. അതുകൊണ്ട് തന്നെ രോഗികൾ വലിയ പ്രയാസം അവിടെ അനുഭവിക്കുന്നുണ്ട്. കർണാടകയിൽ നിന്നുള്ള ഡോക്ടർമാരെ എത്തിക്കേണ്ടി വരുമെന്നുള്ള ആവശ്യമാണ് AK അഷ്റഫ് അടക്കമുള്ള ആളുകൾ ഉന്നയിക്കുന്നത്.